നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിലെ LBSന്റെ ഏറ്റവും അവസാനത്തെ സ്പോട്ട് അലോട്ട്മെന്റ് ആണ് ഈ വരുന്ന 27-ാം തീയതി നടക്കുന്നത്. അത് LBSന്റെ സബ് സെന്ററുകളിൽ, അതായത് ഓരോ ജില്ലകളിലും ഓരോ സബ് സെന്റർ വെച്ച് ഏകദേശം 14ഓളം സബ് സെന്ററുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ആ ജില്ലയിലുള്ള LBSന്റെ സബ് സെന്ററിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ആ 27-ാം തീയതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇതനുസരിച്ച് വരുന്ന വേക്കന്റ് സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും ഈ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമാണ് ഒഴിവായി കിടക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റെഡിൽ ഇൻറ്റു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ഒരു അലോട്ട്മെന്റ് നടന്നിട്ടില്ല എന്നുള്ളത്. ആ ഒരു വേക്കന്റ് സീറ്റുകളായിരിക്കും ഇനി അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുക. ഏകദേശം 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഏറ്റവും അവസാനം അലോട്ട്മെന്റ് വന്ന് കട്ട് ഓഫ് മാർക്കുകൾ വന്ന് അതിന്റെ അടുത്തടുത്ത് ചുറ്റിപ്പറ്റിയുള്ള മാർക്കുകളിലുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ കിട്ടിയെന്നും വരാം. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോട്ട് അലോട്ട്മെന്റുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും അതിന്റെ പോസിബിലിറ്റി, അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. LBS വഴി നിങ്ങൾ ഓൾറെഡി നഴ്സിംഗിനോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ അഡ്മിഷൻസ് നേടി അബദ്ധത്തിൽ നിങ്ങൾ പാരാമെഡിക്കൽ അഡ്മിഷൻസ് കിട്ടിയ പല കുട്ടികളും ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് നഴ്സിംഗ് സീറ്റുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെന്റുകൾ മാറി കിട്ടുന്നതുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കോളേജിൽ നിന്നും NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വരുന്ന 27-ാം തീയതി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെന്റുകൾ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ 2025-26 അഡ്മിഷനിലേക്കുള്ള കട്ട് ഓഫ് ഡേറ്റ് നവംബർ മാസം 30-ാം തീയതിയാണ്. നമുക്കറിയാം, നവംബർ മാസം 30 എന്ന് പറഞ്ഞ ഒരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ 29-ാം തീയതിക്ക് മുന്നിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 27-ാം തീയതി സ്പോട്ട് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളൊക്കെ 28-ാം തീയതി നിർബന്ധമായിട്ട് കോളേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് കൺഫേം ആയി ജോയിൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ നിരവധി കുട്ടികൾ, മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിലും കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവസാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളോ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല അപ്രൂവൽ ആയിട്ടുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷൻസ് പോസിബിൾ ആണ്. ഏറ്റവും അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ നല്ല ഫീസ് ഡിഡക്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ 27-ാം തീയതി വരെ ഈ സ്പോട്ട് അലോട്ട്മെന്റ് നോക്കിയതിനു ശേഷം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെന്റുകൾ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വേണ്ടവിധ മാർഗനിർദ്ദേശവും കാര്യങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ ഈ ഒരു വർഷം തന്നെ BSc നഴ്സിംഗിനോ ജനറൽ നഴ്സിംഗിനോ അഡ്മിഷൻസ് നേടാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ MSc നഴ്സിംഗിന്റെയും പോസ്റ്റ് ബേസിക് നഴ്സിംഗിന്റെയും കട്ട് ഓഫ് ഡേറ്റും നവംബർ മാസം 30-ാം തീയതി വരെയാണ് കർണാടകയിൽ നടക്കുക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് എക്സ്റ്റൻഷൻ 30-ാം തീയതി വരെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ അഥവാ പോസ്റ്റ് ബേസിക് നഴ്സിംഗിനും MSc നഴ്സിംഗിനും ഈ ഒരു വർഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻസും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കൂട്ടുകാർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിൽ നോക്കിയതിനു ശേഷവും കേരളത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്കുള്ള കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മികച്ച ലെവലിൽ പോകുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കേരളത്തിൽ കിട്ടിയില്ലെങ്കിലും ഈ ഒരു വർഷം നിങ്ങൾക്ക് നഴ്സിംഗിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.